ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ ടോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ കുട്ടികളെയും അതുപോലെ തന്നെ ടീനേജേഴ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അവരെ കൺസ്യൂമേഴ്സ് ആക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ്. അതിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ബ്രാൻഡ്സ് എങ്ങനെയാണ് നമ്മളെ ചോയ്സ് എങ്ങനെ അവർ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോയാലോ. അതിനു മുന്നേ ഈ ചാപ്റ്ററിന്റെ എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സമ്മറി റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചാപ്റ്റർ ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ സംഭവത്തിലൂടെയാണ്. ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഹലോവിന് സമ്മാനമായിട്ട് മോൺസ്റ്റർ ഹൈ ഡോൾ വേണമെന്ന് ചോദിക്കുകയാണ്. വേണമെന്ന് അമ്മൻ്റെ അടുത്ത് പറയാണ്. ഈ ഹലോവിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒക്ടോബർ 31 ഒരു സെലിബ്രേഷൻ ആണ്. അത് ഈ ഒരു പാർട്ടിയിൽ ഇങ്ങനെ വിയേർഡ് ആയിട്ടുള്ള കുറച്ച് സ്കെയറി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ്, ഡ്രസ്സ്, ഔട്ട്ഫിറ്റ് ഒക്കെ ധരിച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് പിന്നെ അതുപോലെ കുറച്ചൊരു ഹൊറർ തീമൊക്കെ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ്. ഇത് അധികം ഫോറിൻ കൺട്രീസിലൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ വേണം എന്നാണ് പറയുന്നത്. ഈ മോൺസ്റ്റർ ഹൈ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഡോളിന്റെ ബ്രാൻഡ് ആണ്. അവിടെ എന്താ വെച്ചാൽ ടീനേജ് ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണ് ഈ ഒരു മോൺസ്റ്റേഴ്സ് ആയിട്ട് മോഡേൺ ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവതരിപ്പിക്കുന്നതാണ്. ഡോൾ ബ്രാൻഡ് ആണ്, അത്ര മനസ്സിലാക്കാം കേട്ടോ. അമ്മ ഭയങ്കരമായിട്ട് അതിശയപ്പെടുകയാണ്. കാരണം കുട്ടി ചോദിച്ചിട്ടുള്ളത് ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ ആണല്ലേ, ഒരു പാവ. അപ്പൊ മുമ്പ് ഈ ഡോളുകളോടൊന്നും യാതൊരു താല്പര്യവും കാണിച്ചിട്ടില്ലായിരുന്നു ഈ ഗ്രേസ് എന്ന് പറഞ്ഞ. അതുകൊണ്ട് തന്നെ അമ്മക്ക് ഭയങ്കര അത്ഭുതം വരികയാണ്. ഈ ആഗ്രഹം എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നൊക്കെയാണ് അമ്മ ചിന്തിക്കുന്നത്. ഗ്രേസ് അമ്മക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് സ്കെയറി ആയിട്ടുള്ള ഡോളാണ്. സ്കെയറി എന്ന് പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന ടൈപ്പ് ഒക്കെ ഉള്ള ഡോളാണ്. പക്ഷെ അതെന്താണ് ഭയങ്കര സ്റ്റൈലിഷും ഫാഷനബിളും ഒക്കെയാണ്. അത് ഭയങ്കര കൂളാണെന്നൊക്കെ പറയുന്നുണ്ട്. അവള് പറയാണ് എല്ലാ ഡോൾസും ഒരു മോൺസ്റ്റേഴ്സിന്റെ പോലെയാണ് തോന്നിപ്പിക്കുക. പക്ഷെ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡ്രാക്കുലോറ എന്ന് പറഞ്ഞിട്ടുള്ള ഡോളാണ്. ആ ഒരു കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർക്ക് നല്ല ബ്ലാക്ക് മുടിയും പിങ്ക് നിറത്തിലുള്ള ഹൈലൈറ്റ്സും പിന്നെ അതുപോലെ ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെയാണ് അവരുടെ പ്രത്യേകത. ഈ അറിവൊക്കെ ഗ്രേസിന് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോകളിലൂടെയും അതുപോലെ തന്നെ ഗെയിമുകളിലൂടെയും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ മോൺസ്റ്റർ ഹൈയെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ കാണുകയും അതുപോലെ തന്നെ ഗെയിമുകൾ കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഗ്രേസ് പറയുന്നുണ്ട്. അത് അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നാണ് അവൾക്ക് അത് കിട്ടിയിട്ടുള്ളത്. ഈ ഡോളുകൾ മേക്കപ്പ് ഒക്കെ ഇടുകയും വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മക്ക്. ഇത് കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ കുട്ടികൾ കൂടുതലും അറിയുന്നതും പഠിക്കുന്നതും മീഡിയയിലൂടെയാണ്. അതായത് ഇതൊക്കെ ഭയങ്കരമായിട്ടൊരു അഡ്വർടൈസ്മെന്റ് പോലെ കുട്ടികളെങ്ങനെ പിടിച്ചെടുക്കുകയാണ്. അവർക്ക് വേണ്ട സാധനങ്ങൾ ഇത് ഇനി വാങ്ങണം എന്നുള്ള ആ ഒരു തോട്ട് വരെ വരുന്നത് ഈ ഒരു മീഡിയയിൽ കൂടെയാണെന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഗ്രേസിന്റെ അമ്മ അവളെ ഷോപ്പിംഗ് മാളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു ഡോള് കാണുന്ന സമയത്ത് അവൾക്ക് ഈ ഒരു ഡോള് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പൊ ഡോളിന്റെ വില കണ്ട സമയത്ത് അമ്മ ഞെട്ടുകയാണ്. അത്രയും പൈസ ഉണ്ട് അതിന്. പക്ഷെ എന്താണ് ഇവളുടെ വാശി കാരണം, ഗ്രേസിന്റെ വാശി കാരണം അതെങ്ങനെങ്കിലും മനസ്സോടെ അത് അവള് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് പരസ്യങ്ങൾ മാതാപിതാക്കളെ എങ്ങനെ മാനസികമായിട്ട് ഒരു പ്രഷർ കൊടുക്കുകയാണ് അല്ലെ. കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്ത് പാരന്റ്സിന് എന്താണ് ഒരു പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ് അവരത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇതൊക്കെ ഈ ഒരു പരസ്യങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ പരസ്യങ്ങളൊക്കെ തന്നെ കുട്ടികളെയാണ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. കാരണം കുടുംബത്തിന്റെ ചെലവുകളിൽ എന്താണ് കുട്ടികൾക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട്. കാരണം കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അത് വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആര്, ഈ അഡ്വർടൈസിങ് കമ്പനികൾ. ഈ ഭക്ഷണം, വസ്ത്രം, ഇലക്ട്രോണിക് സാധനങ്ങൾ, യാത്രകള്, ഓരോ സാധനങ്ങളും എല്ലാം വാങ്ങുന്നതിൽ എന്താണ് കുട്ടികള് മാതാപിതാക്കളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികൾ പറയാണ് ഇനി ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. കുട്ടികൾ പല പല പരസ്യങ്ങളിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് പറയും ഈ ബ്രാൻഡാണ് വേണ്ടത്, ഇതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളാണ് ആവശ്യപ്പെടുന്നത്. അപ്പം മാതാപിതാക്കളെ ഭയങ്കരമായിട്ട് കുട്ടികൾ സ്വാധീനിക്കുന്നുണ്ട്. വയസ്സ് കൂടുമ്പോൾ എന്താണ് ഈ സ്വാധീനം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ
പരസ്യങ്ങള് കുട്ടികളിൽ എന്താണ് ചെറുപ്പത്തിലെ ബ്രാൻഡ് ഒരു എന്താ വിശ്വാസം സൃഷ്ടിക്കുകയാണ്. ഈ വിശ്വാസം അവരെന്താണ് വലുതാകുമ്പോഴും അവരുടെ മൈൻഡിൽ അത് അവിടെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇവർ കുറെ എന്താണ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നിറങ്ങൾ മാർക്കറ്റേഴ്സ് യൂസ് ബ്രൈറ്റ് കളേഴ്സ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വേഗം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് ഗാനങ്ങൾ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ എന്താണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഉപയോഗിക്കുന്നത്. പിന്നീട് പറയുന്നത് ഈ അഡ്വർടൈസിങ് എന്താണ് ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈ ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട്. അതായത് പരസ്യങ്ങൾ ശരീര സൗന്ദര്യത്തെ കുറിച്ച് എന്താണ് ഈ ഒരു ടീനേജേഴ്സിന്റെ അടുത്ത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ പരസ്യങ്ങളിലെ മോഡലുകളുമായിട്ടൊക്കെ സ്വന്തം ബോഡീനെ, ശരീരത്തിന് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്നതാണ് അതിനുള്ള കാരണം. അതായത് നമ്മൾ ഈ ഒരു കുറേ മോഡൽസും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കാണും. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അതുപോലെ അല്ലല്ലോ. ആക്ച്വലി അവരെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടാണ്, പക്ഷെ നമ്മൾ അതെന്താണ് ഒറിജിനൽ ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്കൊരു നമ്മളെ സെൽഫ് എസ്റ്റീം ഒക്കെ ഒന്ന് കുറയും. ഈ കുട്ടികളുടെ ഒക്കെ വിശ്വാസം നേടാൻ വേണ്ടിയിട്ട് ഈ സെലിബ്രിറ്റികളെയാണ് ഈ പരസ്യങ്ങളിലൊക്കെ അവർ ഉപയോഗിക്കുന്നത്. അത് ഉൽപ്പന്നത്തിന്റെ എന്താണ് വിൽപ്പന വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ മമ്മൂട്ടി ഒരു ബ്രാൻഡിന്റെ ഇത് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല വിശ്വാസമുള്ള ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഒരു കാര്യം ചെയ്താൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, അതിന്റെ പിന്നാലെ പോകും. അപ്പോ അങ്ങനെയാണ് അവരുടെ ഒരു ടെക്നിക്കാണത്. ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ അഡ്വർടൈസിങ് പരസ്യങ്ങൾ കുട്ടികളുടെ ആഗ്രഹങ്ങളെയും അതുപോലെ പെരുമാറ്റത്തെയും സന്തോഷത്തെയും ഒക്കെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും പിന്നിൽ മറഞ്ഞ ലാഭ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. അത്രയാണ് ഈ ഒരു ചാപ്റ്ററോടെ പറഞ്ഞു വെക്കുന്നത്. ഈ ചാപ്റ്റർ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഈ ചാപ്റ്ററിന്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.